എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംരക്ഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 146ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രസിദ്ധനായ റൂസ്വെൽറ്റ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ലൂസ് യുവർ ഫെയ്ത്ത് യു ലൂസ് ഓൾ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സകലതും നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളത്. നമ്മളൊരാളെ വിശ്വസിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിയുടെ ഒരു 1/4 നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നവരുടെയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും. ഒരു പക്ഷേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ടാണ് റൂസ്വെൽറ്റ് പറയുന്നത്, ഇഫ് യു ലൂസ് ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ യു ലൂസ് ഓൾ, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുകയാണ്, നിങ്ങളുടെ ജീവിതം മുഴുവനും നഷ്ടപ്പെടുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം, നമ്മൾ മലയാളത്തിലൊരു പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ, നമ്മുടെ വിശ്വാസമാണ് എല്ലാം എന്ന് നമ്മൾ പറയുന്നത് പോലെ, നിങ്ങളുടെ വിശ്വാസം അത് പൂർണ്ണമായിരിക്കുവാൻ, അത് തകരാതിരിക്കുവാൻ, അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ആശംസിക്കുക. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ. ശരിയാണ്, വിശ്വാസത്തിനൊരു പ്രത്യേകത കൊണ്ട് നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു, എന്ത് വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രത്യേകതയുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് യേശു വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ. നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളോട് പറയുകയാണ്, ആ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുന്നവരായിരിക്കണമെന്ന് പറയുന്നു. ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ വരരുതെന്ന് യേശു ക്രിസ്തു വിശുദ്ധ ബൈബിളിലൂടെ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ, ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ആമുഖമായിട്ട് തന്നെ പറയട്ടെ, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ തക്കൊണ്ട് നമുക്കിടയാക്കട്ടെ. ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലും, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളോ നമുക്ക് ഉടനെ ലഭിച്ചില്ല എന്ന് വരികിലും, ബൈബിൾ പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് വിശ്വാസം ചോർന്നു പോകരുത്. യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആ വിശ്വാസത്തിൻ്റെ ആ നിത്യതയുടെ വലിപ്പത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെയും വിശ്വാസം ദൃഢമായിരിക്കുവാൻ, അത് ദൈവത്തെങ്കിൽ വളരെ വിശുദ്ധമായിരിക്കുവാൻ, വിശ്വസ്തമായിരിക്കുവാൻ, പൂർണ്ണമായിരിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ ആക്രമണം. അല്പം ശാന്തമായിരുന്ന പശ്ചിമേഷ്യൻ യുദ്ധമുഖം വീണ്ടും സംഘർഷഭരിതമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്ന് നമ്മൾക്ക് വാർത്തകൾ വരുന്നു. ഹോർമിസ് കടലിടുക്കിൻ്റെ ഭാഗത്തും അക്രമമുണ്ടായി. ഇറാൻ്റെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെ സ്ഫോടനമുണ്ടായതായും ഇറാൻ ജോർഡാനിലുള്ള അമേരിക്കൻ താവളത്തിന് നേരെ തിരിച്ചടിച്ച് അതിനെ പ്രതിരോധിച്ചുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇറാനെതിരായ ആക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അടുത്ത ആഴ്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിർണായകമാകുമെന്ന് US അറിയിച്ചു. 26ാമത് വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് ഇന്നലെ ജൂലൈ 16 ആരംഭിച്ചു. 19-ാം തീയതി ഞായറാഴ്ച സംയുക്ത സഭായോഗത്തോടെ വെസ്റ്റേൺ കോൺഫറൻസ് സമാപിക്കും. കൊയ്ത്തിൻ്റെ കാലം എന്നുള്ളതാണ് കോൺഫറൻസിൻ്റെ ചിന്താവിഷയം. കാനഡയിലെ എഡ്മണ്ടിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ 36ാമത്തെ വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ് നടക്കുന്നത്. അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള വിശ്വാസികളും കാനഡയിലുള്ള വിശ്വാസികളും കൂടുതൽ പങ്കെടുക്കുന്ന സമ്മേളനമാണ് വെസ്റ്റേൺ പെൻഡക്കോസ്റ്റൽ കോൺഫറൻസ്. പാസ്റ്റർ സാം വർഗീസ് കൺവീനറായി പ്രവർത്തിക്കുന്നു. പാസ്റ്റർ ജോ തോമസ് ആണ് മുഖ്യ പ്രാസംഗികൻ. ഫെലോഷിപ്പ് ഓഫ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിലുള്ള മാസയോഗം നാളെ ശനിയാഴ്ച രാത്രി 6:30 മണിക്ക് എബനെസർ പെൻഡക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോൺ ടി കുര്യൻ അറിയിച്ചു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ അനീഷ് കാവാലം ദൈവവചനം സംസാരിക്കുന്നതാണ്. ലോകം എമ്പാടും ദൈവവചനം സംസാരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ
നിരവധി പേർ കണ്ടുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ അനീഷ് കാബാലം ചിക്കാഗോയിൽ നടക്കുന്ന മാസ് യോഗത്തിൽ ദൈവജനം സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 6:30 മണിക്ക് എബെനെസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിലേക്ക് സഭയുടെ സീനിയർ പാസ്റ്റർ ജോൺ ടി കുര്യൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എഫീസസിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസത്തിലും നടക്കുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച പാസ്റ്റർ ജോൺസൺ ഫിലിപ്പിൻ്റെ ഭവനത്തിൽ വെച്ച് നടന്നു. പാസ്റ്റർ MG ജോൺസൺ യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ വാർഷിക കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 21 മുതൽ 23 വരെ ഡാളസിലുള്ള ഷാരോൺ ഇവൻറ്റ് സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ അനീഷ് കൊല്ലം ഈ സമ്മേളനത്തിൽ ദൈവജനം സംസാരിക്കുന്നതാണ്. 40ാമത് വാർഷിക കൺവെൻഷനാണ് ഈ വർഷം നടക്കുന്നത്. അതിൻ്റെ വാർഷിക സമ്മേളനം ശനിയാഴ്ച പകൽ നടക്കും. പാസ്റ്റർ തോമസ് മുല്ലക്കൻ ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നു. ഹൂസ്റ്റൺ കാൽവറി ഇന്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കും. 19-ാം തീയതി ഞായറാഴ്ചയാണ് സമ്മേളനം സമാപിക്കുന്നത്. പാസ്റ്റർ റെജി ശാസ്ത്രാംകോട്ട ഈ ദിവസങ്ങളിൽ ദൈവജനം സംസാരിക്കുന്നതാണ്. ലഹരിക്കെതിരെയുള്ള തൂഫാൻ ക്യാമ്പയിനിൽ പെന്തക്കോസ്ത് സഭകളും പങ്കാളികളാകണമെന്ന് ഗ്ലോബൽ മലയാളി പെന്തക്കോസ്റ്റൽ മീഡിയ അസോസിയേഷൻ ഒരു പ്രമേയത്തിലൂടെ പെന്തക്കോസ്ത് സഭകളോട് ആവശ്യപ്പെട്ടു. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് സഭകളും യുവജന പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ ക്യാമ്പയിനിൽ അണിചേരണമെന്നാണ് മീഡിയ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ പെന്തക്കോസ്ത് ചർച്ചിൻ്റെ TPM സഭയുടെ ഇൻ്റർനാഷണൽ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ഫിലദൽഫിയയിൽ സമാപിച്ചു. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും സഭകൾ അതിനുവേണ്ടി ഒരുങ്ങണമെന്നും സഭയുടെ ചീഫ് പാസ്റ്റർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസ്താവിച്ചു. പാസ്റ്റർ എബ്രഹാം മാത്യു ആണ് സഭയുടെ ചീഫ് പാസ്റ്റർ. 65ഓളം രാജ്യങ്ങളിലാണ് സിലോൺ TPM ദ പെന്തക്കോസ്ത് സഭയുടെ സാന്നിധ്യമുള്ളത്. ജൂലൈ 8 മുതൽ 12 വരെയായിരുന്നു സമ്മേളനം. ആയിരക്കണക്കിന് വിശ്വാസികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 12-ാം തീയതി നടന്ന തിരുവത്താഴ ശുശ്രൂഷയോടെയാണ് TPM സമ്മേളനം സമാപിച്ചത്. പാസ്റ്റർ റെജി ഇമ്മാനുവൽ നയിക്കുന്ന മ്യൂസിക് ഈവനിങ് ഞായറാഴ്ച ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ നൈൽസിലുള്ള ഫ്ലഡ്മാൻ പാർക്കിൽ വെച്ച് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഗോൾഫ് റോഡും വെസ്റ്റേൺ റോഡും സന്ധിക്കുന്ന സ്ഥലത്തുള്ള കാത്തി ലൈനിലുള്ള സമ്മേളന സ്ഥലമാണ് ഫ്ലഡ്മാൻ പാർക്ക് ഡിസ്ട്രിക്റ്റ്. അവിടെ വെച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയാണ് സമ്മേളനം മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. ചിക്കാഗോയിലെ അനുഗ്രഹീത ഗായകരും ഒപ്പം ഗാനങ്ങൾ ആലപിക്കും. പാസ്റ്റർ റെജി ഇമ്മാനുവൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധ ഗായകനും സംഗീത സംവിധായകനുമാണ്. ഈ സമ്മേളനം സൗജന്യമായിരിക്കും. എല്ലാവരെയും ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ നൈൽസിലുള്ള ഫ്ലഡ്മാൻ പാർക്കിൽ വെച്ച് സംഗീത ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. IPC ഹെബ്രോൺ സഭയുടെ VBS ജൂലൈ മാസം 20 മുതൽ 24 വരെ IPC ഗോസ്പൽ സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ പാസ്റ്റർ PC മാമൻ, സെക്രട്ടറി ബ്രദർ സജി തോമസ് എന്നിവർ അറിയിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 5:30 മണി മുതൽ 8 മണി വരെയാണ് VBS നടക്കുന്നത്. സെലിബ്രേഷൻ ചർച്ചിൻ്റെ VBS ജൂലൈ മാസം 29 മുതൽ 31 വരെ 5:30 മണി മുതൽ 8 മണി വരെ സഭയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ ലീഡ് പാസ്റ്റർ സാംസൺ സാബു അറിയിക്കുന്നു. ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച ഗർണിയിൽ വെച്ച് നടക്കുന്ന പിക്നിക്കിനോടുകൂടിയാണ് VBS സമാപിക്കുന്നത്. ഈ VBSകളിലേക്ക് സഭയുടെ ഭാരവാഹികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡേറ്റുകൾ ഒന്നുകൂടെ അറിയിക്കുന്നു. IPC ഹെബ്രോൺ VBS ജൂലൈ മാസം 20 മുതൽ 24 വരെയും സെലിബ്രേഷൻ ചർച്ചിൻ്റെ VBS ജൂലൈ 29 മുതൽ 31 വരെയും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മണി മുതൽ 8 മണി വരെയാണ് സഭാ ഹാളുകളിൽ VBS നടത്തപ്പെടുന്നത്. പെന്തക്കോസ്ത് വിഭാഗം ആതുര സേവന രംഗത്ത് നൽകുന്നത് പ്രാധാന്യം പ്രശംസനീയമാണെന്ന് കേരളത്തിലെ മന്ത്രി ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞു. IPC കേരള സ്റ്റേറ്റ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാഭ്യാസ സഹായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാസ്റ്റർ KC തോമസ്, പാസ്റ്റർ ഷിബു നെടുവേലിൽ, പാസ്റ്റർ ഡാനിയൽ കൊന്നനിക്കുന്നതിൽ എന്നിവർ ഇതിന് നേതൃത്വം നൽകി. 29ാമത് നാക്കോക് സമ്മേളനം ഡെൻവറിൽ സമാപിച്ചു. നോർത്ത് അമേരിക്കനിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ ദേശീയ സമ്മേളനമാണ് നാക്കോക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 29ാമത് സമ്മേളനം
ഡെൻവറിൽ കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തോടെ സമാപിച്ചു. 30ാമത് സമ്മേളനം ടെക്സസിലുള്ള ഓസ്റ്റിനിൽ വെച്ച് 2027 ജൂലൈ 15 മുതൽ 18 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. പാസ്റ്റർ ഏബ്രഹാം തോമസ് ഈ കൺവെൻഷന് നേതൃത്വം നൽകും. ചർച്ച് ഓഫ് ഗോഡിൻ്റെ അന്തർദേശീയ ജനറൽ അസംബ്ലി 80ാമത് ജനറൽ അസംബ്ലി ജൂലൈ 27 മുതൽ 31 വരെ ഫ്ലോറിഡയിൽ നടക്കും. രാജ്യാന്തര സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പാസ്റ്റർമാരും യുവജനങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫ്ലോറിഡയിലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച്, ഓറഞ്ച് കൗണ്ടിയിലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് അതിബഹുലമായ രീതിയിലുള്ള ഈ സമ്മേളനം നടത്തപ്പെടുന്നത്. 40ാമത് പിസീന കോൺഫറൻസ് സമാപിച്ചതോടെ വിവിധ സഭകളുടെ ഫാമിലി കോൺഫറൻസുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അടുത്ത വർഷം ജൂലൈ 1 മുതൽ 4 വരെ ഒർലാൻഡോ ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നോർത്ത് അമേരിക്കയിലുള്ള സഭകളുടെ ഫാമിലി കോൺഫറൻസിൻ്റെ സൂം പ്രയർ മീറ്റിംഗ് ഇന്നലെ നാഷണൽ കൺവീനർ പാസ്റ്റർ റോയ് വാകത്താനം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റർ ഷിബു തോമസ് ഒക്കലഹോമ സമ്മേളനത്തിൽ ദൈവവചനം സംസാരിച്ചു. പാസ്റ്റർ ഏബ്രഹാം മാത്യു നേതൃത്വം നൽകി. നാഷണൽ സെക്രട്ടറി ബ്രദർ രാജൻ ആര്യപ്പള്ളി, നാഷണൽ ട്രഷറർ സാച്ചെറിയാൻ, യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് ജോമി ജോർജ്, കൊച്ചുമോൾ ജെയിംസ് ലേഡീസ് കൺവീനർ എന്നിവർ അടുത്ത വർഷം നടക്കുന്ന IPC കോൺഫറൻസിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്നു. 20ാമത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഫാമിലി കോൺഫറൻസ് അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്നു. ജൂലൈ മാസം 12 ആരംഭിച്ച സൂം പ്രയർ മീറ്റിങ്ങിൽ പാസ്റ്റർ ജോ തോമസ് മുഖ്യ സന്ദേശം നൽകി. 20ാമത് ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ഫാമിലി കോൺഫറൻസാണ് അടുത്ത വർഷം ജൂലൈ 8 മുതൽ 11 വരെ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ നാഷണൽ കൺവീനറായി പാസ്റ്റർ MG ജോൺസൺ സൂം പ്രയർ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. പ്രയർ കൺവീനർ പാസ്റ്റർ ചാക്കോ ജോർജ്, വർഷിപ്പ് ലീഡർ ബ്രദർ സജി എന്നിവർ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിദേശത്തുള്ള മലയാളികൾക്കുള്ള ഒരു സുപ്രധാന വാർത്തയാണ് തുടർന്ന് വരുന്നത്. EOCI പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ ഉള്ള രാജ്യങ്ങളിൽ സിറ്റിസൺ ആയവർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഒരു ഔദാര്യമാണല്ലോ OCI എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ ബുക്കുകളുമായി, പാസ്പോർട്ട് പോലുള്ള ബുക്കുമായിട്ടാണ് ഇതിനു മുമ്പ് നടക്കേണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ അത് ഇലക്ട്രോണിക് ഡേറ്റ നമ്മുടെ ഫോണിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ കരുതിയാൽ യാത്ര ചെയ്യുമ്പോൾ അത് കാണിച്ചാൽ മതിയാകുമെന്ന് വിവിധ എംബസികൾ അറിയിക്കുന്നു. അതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ്. PCNAC സമ്മേളനത്തിന് ലഭിച്ച മാധ്യമ ശ്രദ്ധ ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നു. ദിവസങ്ങളിലായി വിവിധ മാധ്യമങ്ങൾ തുടർച്ചയായി നൽകിയ മാധ്യമ ശ്രദ്ധ PCNAC ചിക്കാഗോയിൽ നടന്ന 20ാമത് PCNAC അനുഗ്രഹമായി തീരുന്നുവെന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ അറിയിച്ചു. ചാനൽ 24-ൽ PCNAC കുറിച്ച് വന്ന വാർത്തകൾ ഇതോടൊപ്പം നിങ്ങളെ അറിയിക്കുന്നു. അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന പിസീന കോൺഫറൻസിന് സമാപനം. ജനറേഷൻ ടു ജനറേഷൻ എന്ന പ്രമേയത്തിൽ 4 ദിവസങ്ങളിലായി നടന്ന ആത്മീയ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. 2028 നടക്കുന്ന അടുത്ത കോൺഫറൻസിന് ഒക്കലഹോമ വേദിയാകും. ജനറേഷൻ ടു ജനറേഷൻ എന്ന പ്രമേയത്തിൽ ഷിക്കാഗോയിൽ ആരംഭിച്ച കോൺഫറൻസ് നാഷണൽ കൺവീനർ റെവറൻ ജോർജ് സ്റ്റീഫൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. സെക്രട്ടറി സാം മാത്യു, ട്രഷറർ പ്രസാദ് ജോർജ് എന്നിവരും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടന്ന വിവിധ ആത്മീയ സമ്മേളനങ്ങളിൽ ലോകത്തിലെ 2ാമത്തെ വലിയ സഭയുടെ പാസ്റ്ററായ റെവറൻ ഡോക്ടർ സതീഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. യുവജന സമ്മേളനങ്ങൾക്ക് ഡോക്ടർ ജോനാഥൻ ജോർജും വനിതാ സമ്മേളനങ്ങൾക്ക് സിസ്റ്റർ ജീന വിൽസണും നേതൃത്വം നൽകി. സമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ പ്രത്യേക സന്ദേശം വായിച്ചു കേൾപ്പിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2028 പിസന കോൺഫറൻസ് ഒക്കലഹോമയിൽ വെച്ച് നടത്താൻ സമ്മേളനത്തിൽ തീരുമാനമായി. റെവറൻ തേജസ് തോമസ് നാഷണൽ കൺവീനറായും ബിനോയ് ഫിലിപ്പ് നാഷണൽ സെക്രട്ടറിയായും നിബു വെള്ളന്താനം നാഷണൽ ട്രഷററായും പുതിയ കമ്മിറ്റിക്ക് നേതൃത്വം നൽകും. ഞായറാഴ്ച നടന്ന വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയോടെ കൂടിയാണ് 4 ദിവസം നീണ്ടുനിന്ന ആത്മീയ സമ്മേളനങ്ങൾക്ക് സമാപ്തിയായത്.
This is Smito Mamathan signing off from Mexico 24 USA. അതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹങ്ങൾ സമ്പൂർണ്ണമായ ഒരാഴ്ച ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ ഇവിടെ പറയുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടവരെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.